നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ചിലപ്പോഴൊക്കെ ഒരർത്ഥമില്ലായ്മ, ഒരു ശൂന്യത ഒക്കെ തോന്നാറില്ലേ? എന്തിനാ ഇതൊക്കെ? ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമെന്താ? ഒരുപക്ഷെ നിങ്ങൾക്കും ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. സാധാരണമാണ്. അപ്പോ നിങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്ത ഡോക്ടർ തുബാനൂർ യസിൽഹാർക്കുമായുള്ളൊരു സംഭാഷണമുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഈയൊരു അർത്ഥപ്രതിസന്ധി അതിനെ എങ്ങനെ നോക്കിക്കാണാം, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലുമൊക്കെ ഒരു ആഴത്തിലുള്ള അർത്ഥം അതെങ്ങനെ കണ്ടെത്താം, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ശരിയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഈ ഡോക്ടർ യസിൽഹാർക്കിന്റെ ചിന്തകളിലൂടെ നമുക്ക് സാധാരണ കിട്ടുന്ന ഉത്തരങ്ങൾക്കൊപ്പം നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ കാണാൻ ശ്രമിക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അതിനെയൊക്കെ കുറച്ചുകൂടി അർത്ഥമുള്ളതാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കളെ ഒന്ന് ഫ്രഷ് ആക്കാനുള്ളൊരു ശ്രമം നമുക്കൊരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ തുടങ്ങിയാലോ? ആവാം. അതായത് മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പുള്ള ഒരു ലോകം ഒന്ന് മനസ്സിൽ കാണുക. കോടാനുകോടി നക്ഷത്രങ്ങൾ, വലിയ മലകൾ, താഴ്വരകൾ, പുഴകൾ, പലതരം ജീവികൾ എല്ലാം ഭയങ്കര ഭംഗിയിലിങ്ങനെ ഒരു ഓർഡറിൽ പോകുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തില് എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നില്ലേ? അതൊരു നല്ല പോയിന്റാണ്. ഡോക്ടർ യസിൽഹാർക്ക് അദ്ദേഹം ഇതിനെ ഒരു ഉപമ വെച്ചാണ് പറയുന്നത്. ഇപ്പോ ഒരു വലിയ ആർട്ടിസ്റ്റ് നല്ലൊരു ചിത്രം വരച്ചു, എന്നിട്ട് അത് ആരും കാണാതൊരു റൂമിൽ പൂട്ടിവെച്ചാലോ? ആ ചിത്രത്തിനൊരു പൂർണ്ണത വരില്ല. ആ കലാകാരന്റെ ആ ഒരു കഴിവിനൊരു അർത്ഥം വരണമെങ്കിൽ ആളുകളത് കാണണം, അല്ലേ? ഒരു ഗാലറിയിൽ വെക്കണം, ആളുകൾ വന്ന് അതിലെ ഭംഗി, അതിലെ ആശയങ്ങളൊക്കെ ആസ്വദിക്കണം. ആ കലാകാരന്റെ ആ ഒരു ബ്രില്യൻസ് തിരിച്ചറിയണം. ശരിയാണ്. അതുപോലെ ഈ പ്രപഞ്ചം, ഇത്രയും ഗംഭീരമായ ഒരു സൃഷ്ടി, അതിനെ ഇങ്ങനെ നോക്കിക്കാണാനും അതിലെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാനും പിന്നെ ഇതിന്റെ പിന്നിലുള്ള ഒരു ശക്തിയെ, ആ സ്രഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിവുള്ള ഒരു ബോധം, അതായത് മനുഷ്യൻ ഇല്ലാത്തൊരവസ്ഥ, അത് പൂർണ്ണമല്ല, ഒരു ആസ്വാദകനില്ലാത്ത കല പോലെ. അപ്പോ മനുഷ്യന്റെ ഈയൊരു ബോധത്തോടെയുള്ള നോട്ടം അതിനു വലിയ പ്രാധാന്യമുണ്ട്. ഇത് പറയുമ്പോൾ അറിവിന്റെ 2 തലങ്ങളെക്കുറിച്ച് ഡോക്ടർ യസിൽഹാർക്ക് പറയുന്നുണ്ട്. ഇൽമ് പിന്നെ മാരിഫ. അതെന്താണ്? ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നേടുന്ന അറിവില്ലേ, ഫാക്ട്സ്, സയന്റിഫിക് വിവരങ്ങൾ, ഭാഷ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതാണ് ഇൽമ്. ഓക്കെ. എന്നാൽ മാരിഫ അത് അതിനപ്പുറത്താണ്. അത് വെറുതെ കുറേ വിവരമറിയലല്ല, അതൊരു ഹൃദയം കൊണ്ടുള്ള തിരിച്ചറിവാണ്, ഒരു ആഴത്തിലുള്ള ഒരു ഇൻസൈറ്റ് എന്ന് പറയില്ലേ. വസ്തുക്കളുടെ പുറമേയുള്ള രൂപം മാത്രമല്ല, അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്, അത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. ഒരു ഉദാഹരണം പറയാമോ ഈ മറിഫക്ക്? പറയാം. ഇപ്പോ നമ്മളൊരു കല്ല് കാണുന്നു. ഇതൊരു കല്ലാണ്, ഇതിനിത്ര ഭാരമുണ്ട്, ഇതിൽ ഇന്ന രാസവസ്തുക്കളുണ്ട്. ഇത് ഇൽമാണ്, ഇൻഫർമേഷൻ. ശരി. പക്ഷേ ആ കല്ലിനെ ഈ വലിയ പ്രപഞ്ചത്തിലെ ഒരു ഭാഗമായിട്ട്, സൃഷ്ടാവിന്റെ ഒരു അടയാളമായിട്ട്, ഒരു സൈനായിട്ട് കാണാൻ ശ്രമിക്കുന്നത്, അതാണ് മാരിഫയുടെ ഒരു ഭാഗം. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങളുടെ പിന്നിലുള്ള ആ ഒരു റിയാലിറ്റി, അത് ഹൃദയം കൊണ്ടറിയാനുള്ളൊരു കഴിവ്. ഓക്കെ. അപ്പോ ഒരേ സംഗതിയെ തന്നെ പല രീതിയിൽ കാണാമെന്ന് പറയുന്നില്ലേ? ലോകത്തിന് 3 മുഖങ്ങളുണ്ട് ഒരാശയം പറയുന്നുണ്ടല്ലോ. അതും ഇതുമായി ബന്ധമുണ്ടോ? ഉണ്ടുണ്ട്. നമ്മുടെ നോട്ടം, നമ്മുടെ നളർ എങ്ങനെയാണോ അതനുസരിച്ച് ലോകം നമുക്ക് വെളിപ്പെടുന്ന രീതി മാറും. ഒരു പണ്ഡിതൻ പറഞ്ഞതായി ഡോക്ടർ യസിൽഹാർക്ക് ഉദ്ധരിക്കുന്നുണ്ട്. ലോകത്തിന് 3 മുഖങ്ങളുണ്ട്. ഒന്ന്, സ്രഷ്ടാവിന്റെ ഗുണങ്ങളെ, നാമങ്ങളെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായിട്ട് ലോകത്തെ കാണുക. 2, ഈ ലോകം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ ഒരു പാലം മാത്രമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. 3, ഈ കാണുന്ന ഭൗതിക ലോകം മാത്രം, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന രീതിയിൽ ഇതിൽ മാത്രം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ നോട്ടം മാറുന്നതിനനുസരിച്ച് ഒരേ സാധനത്തിന് തന്നെ പല അർത്ഥം വരും. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇതറിയാതെ ചെയ്യുന്നുണ്ടാവുമോ? ചെയ്യുന്നുണ്ട്. നമ്മളത് പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഡോക്ടർ യസിൽഹാർക്ക് ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആ ശരീരത്തെ മാത്രമാണോ സ്നേഹിക്കുന്നത്? അല്ലല്ല, അതിനപ്പുറം. അതെ, ആ വ്യക്തിയിലുള്ള ദയ, സ്നേഹം, കരുതൽ, ഔദാര്യം, അങ്ങനെയുള്ള ഗുണങ്ങളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അതെ. ഡോക്ടർ യസിൽഹാർക്ക് പറയുന്നത്, ഈ ഗുണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ആ കേവലനായ സ്രഷ്ടാവിന്റെ പൂർണ്ണമായ ഗുണങ്ങളുണ്ട്.
അതിൻ്റെ ഓരോരോ പ്രതിഫലനങ്ങളാണ്, നിഴലുകളാണ്. അപ്പോൾ ഒരു കരുണയുള്ള ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്നേഹിക്കുന്നത് ആ കേവല കാരുണ്യത്തിൻ്റെ ഒരു പ്രകാശത്തെയാണ്. ഈയൊരു തിരിച്ചറിവ്, അതാണ് മാരിഫയുടെ ഒരു ലെവൽ. അപ്പോൾ നമ്മുടെ സാധാരണ ജോലികളിൽ പോലും, ഇപ്പോ വീട്ടിലൊരു പാത്രം കഴുകുന്നതിൽ പോലും ഈ അർത്ഥം കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായും. പാത്രം കഴുകുന്നത് വെറുതെ കൈചലിപ്പികളല്ലല്ലോ. അതിലൊരു ശുചിത്വമുണ്ട്, ഒരു കുടുംബത്തോടുള്ള കരുതൽ എന്നൊരർത്ഥമുണ്ട്. ആ പ്രവൃത്തിയുടെ പിന്നിലെ ഈ മീനിങ്, അത് നമ്മൾ സാധാരണയായി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് ബോധപൂർവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ കാര്യവും ചെയ്യാൻ പറ്റിയാൽ സാധാരണ കാര്യങ്ങൾ പോലും ഭയങ്കര അർത്ഥമുള്ളതായി മാറും. ശരിയാണ്. ഖുറാനിൽ പലയിടത്തും ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും രാത്രിയും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്, ആയാത്തുകളുണ്ട് എന്നിടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ. ഈ ആയാത്തുകൾ എന്നതും ഈ ആശയവുമായി ബന്ധമുണ്ടോ? നേരിട്ട് ബന്ധമുണ്ട്. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, ദൃഷ്ടാന്തം, സൂചന എന്നൊക്കെയാണല്ലോ അർത്ഥം. ഡോക്ടർ എസിൽഹാർക്ക് ഈ പ്രപഞ്ചത്തെ ഒരു വലിയ പുസ്തകമായിട്ടാണ് കാണുന്നത്. പ്രപഞ്ച പുസ്തകം. ആഹാ. ഈ പുസ്തകത്തിലെ ഓരോ സൃഷ്ടിയും ഓരോ പ്രതിഭാസവും ഓരോ ആയത്താണ്. അതായത് സ്രഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓരോ അടയാളം. അദ്ദേഹം ഒരു പഴയ ഉപമ പറയുന്നുണ്ട്. ഒരു പഴയ പുസ്തകത്തിനകത്ത് ജീവിക്കുന്ന ഒരു പുഴു. അതിന് ആ പുസ്തകത്തിലെ അക്ഷരങ്ങളോ വാക്കുകളോ ഒന്നും അറിയില്ല. ആ പുസ്തകം എന്താണെന്നോ അതെഴുതിയത് ആരാണെന്നോ ഒന്നും അതിനറിയില്ല. അതുപോലെ നമ്മളും ഈ പ്രപഞ്ചമാകുന്ന പുസ്തകത്തിൽ ജീവിക്കുന്നവരാണ്. ഈ പുസ്തകം ശരിക്ക് വായിക്കാൻ പഠിക്കണം. അതാണ് പ്രധാനം. ഈ പ്രപഞ്ച പുസ്തകം വായിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രായോഗികമായിട്ട്? നമ്മൾ ചുറ്റും കാണുന്നതിനെ വെറും വസ്തുക്കളായിട്ട്, ഒബ്ജക്ട്സായിട്ട് കാണാതെ അതിനെ അടയാളങ്ങളായിട്ട്, സയൻസായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു പൂവ് കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. അതോടൊപ്പം ആ ഭംഗിക്ക് പിന്നിൽ ഒരു സൃഷ്ടിവൈഭവമില്ലേ? അത് എന്ത് സന്ദേശമാണ് തരുന്നത്? അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു പുഴ ഒഴുകുന്നത് കാണുമ്പോൾ അതിലെ ആ ഒഴുക്ക്, ജീവൻ നിലനിർത്തുന്നതിലെ പങ്ക്, അതിൻ്റെ ഉറവിടം, അതിൻ്റെ ലക്ഷ്യം, ഇതൊക്കെ ആലോചിക്കുക. ഇങ്ങനെ നോക്കാൻ തുടങ്ങിയാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ബയോളജിയും ഫിസിക്സും ഒന്നും വെറും സബ്ജക്ട്സ് അല്ലാതാവും. ശരിയാണ്. അതെല്ലാം ഈ പ്രപഞ്ച പുസ്തകത്തിലെ ഓരോ ചാപ്റ്റേഴ്സായിട്ട് സ്രഷ്ടാവിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ സഹായിക്കുന്ന വഴികളായിട്ട് തോന്നും. ഈ ചിന്തകളൊക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതമില്ലേ, അതിനിടയ്ക്ക് ഇതൊക്കെ എങ്ങനെ ഓർക്കും? ഈ ഒരു ഉയർന്ന ബോധം, ഈ പറഞ്ഞ മൈരിഫയുടെ ഒരു അവസ്ഥ, അതെങ്ങനെ നിലനിർത്താൻ പറ്റും? അതൊരു വെല്ലുവിളി തന്നെയാണ്. ശരിയാണ്. അവിടെയാണ് ഈ ചിട്ടയായ പരിശീലനത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഡോക്ടർ എസിൽമാർക്ക് ഇസ്ലാമിലെ 5 നേരത്തെ നമസ്കാരമില്ലേ, സ്വലാത്ത്, അതിനെ ഇതിനൊരു ഉദാഹരണമായിട്ട് കാണുന്നുണ്ട്. ഓക്കേ. അത് വെറുമൊരു ചടങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു വ്യായാമം പോലെ ചെയ്യാതെ നമ്മുടെ ഈ ലോകത്തിലെ ചിന്തകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നുമൊക്കെ മനഃപൂർവ്വം ഒന്ന് മാറി നിന്ന് സ്രഷ്ടാവുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള, ആ ബന്ധമൊന്ന് പുതുക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ മാറ്റണം. അതിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടണം. ശരി. മറ്റ് ആത്മീയ വഴികളിലും ദൈവത്തെ ഓർക്കാനും ആ ബന്ധം നിലനിർത്താനും സഹായിക്കുന്ന പല രീതികളും കാണാൻ പറ്റും. ഈ നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങൾ കൂടാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു ബോധം വളർത്താൻ പ്രായോഗികമായി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. ഡോക്ടർ എസിൽഹാർക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികം എന്ന് തോന്നുന്ന രീതിയിൽ ചില നല്ല കാര്യങ്ങൾ നടക്കില്ലേ, ചെറിയ അനുഗ്രഹങ്ങൾ. നടക്കില്ലെന്ന് വിചാരിച്ചൊരു കാര്യം പെട്ടെന്ന് ശരിയാവുന്നു. അതെ. അതൊരു വെറും കോയിൻസിഡൻസ് ആയിട്ട് തള്ളിക്കളയാതെ അതിന് പിന്നിലൊരു വലിയ കാരുണ്യമുണ്ട്, ഒരു ഇടപെടലുണ്ട് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ശരി. പിന്നെ നമ്മുടെ ഉദ്ദേശം, നിയത്ത് എന്ന് പറയും, അതെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തു ചെയ്യുമ്പോഴും എന്തിനാണിത് ചെയ്യുന്നത് എന്ന് സ്വയം ചോദിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വായിക്കുക, ചിന്തിക്കുക, സംസാരിക്കുന്നവരുടെ കൂടെ ഇരിക്കുക. അതൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടായ്മകൾ, അറിവ് പങ്കുവെക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഇതിന് സഹായിക്കും. ആർക്കെന്താ പറയുന്നത്? വേണം, തീർച്ചയായും വേണം. അറിവ് നമ്മളെ ഒരു അർത്ഥത്തിലേക്ക് കൊണ്ടുപോകണം. ആ അർത്ഥം ശരിയായ ഒരു പ്രവൃത്തിയിലേക്കെത്തണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ അറിവും അർത്ഥവും ദൈവത്തിന്റെ വഴിക്കല്ലെങ്കിൽ അത് അപകടമാവാം. അതെങ്ങനെ? ഇപ്പോ അണുബോംബുണ്ടാക്കിയത് അറിവ് വെച്ചിട്ടാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നാശമായിരുന്നു. അപ്പോൾ നമ്മുടെ അറിവും പ്രവൃത്തിയും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാവണം. ദൈവത്തെ കൂടുതൽ അറിയുന്തോറും, അവനോടുള്ള ഇഷ്ടം കൂടുന്തോറും നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ ലക്ഷ്യബോധമുള്ളതാവും.
കൂടുതൽ ഭംഗിയുള്ളതാവും. അവിടെയും ഈ പറഞ്ഞ നീയത്ത്, ഉദ്ദേശ്യം ഭയങ്കര പ്രധാനമാണ്. ഞാൻ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്? എന്റെ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, അതൊക്കെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഇതിലൂടെ ദൈവത്തിന്റെ തൃപ്തിയാണോ അതോ മനുഷ്യർക്ക് നല്ലതാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോ ഖുറാനിൽ പറയുന്ന ഖലീഫ എന്നൊരു ആശയമില്ലേ, ഭൂമിയിലെ പ്രതിനിധി, അതും ഈയൊരു ഉത്തരവാദിത്ത ബോധവുമായി ബന്ധപ്പെട്ടതാണോ? അതെ. ഡോക്ടർ യസിൽഹാർക്ക് അതിനെ കാണുന്നത് ഒരു സ്റ്റാറ്റസ് ആയിട്ടല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റു ജീവികളുടെ മുകളിലുള്ള ഒരു അധികാരം എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ? മറിച്ച് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും, മനുഷ്യർ, മൃഗങ്ങൾ, ചെടികൾ, പ്രകൃതി, എല്ലാത്തിനെയും ദൈവത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് കരുണയോടെ, ദയയോടെ നോക്കാനും പരിപാലിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം. അതാണ് ഖിലാഫത്ത്. ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ റഹ്മാൻ, റഹീം എന്നൊക്കെയാണല്ലോ. പരമകാരുണികൻ, കരുണാതിഥി. ആ കാരുണ്യം നമ്മുടെ പ്രവർത്തികളിലൂടെ ഈ ലോകത്ത് കാണിക്കണം. അതാണ് ഖലീഫയുടെ ഒരു ദൗത്യം. നമ്മൾ പലപ്പോഴും ഭൗതിക ജീവിതം, ആത്മീയ ജീവിതം എന്നൊക്കെ വേർതിരിക്കാറില്ലേ? ജോലി, പൈസ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഭൗതികം. പ്രാർത്ഥന, നോമ്പ്, ഇതൊക്കെ ആത്മീയവും. ഈ ഒരു വേർതിരിവ് ശരിയാണോ ഡോക്ടർ യസിൽഹാർക്കിന്റെ കാഴ്ചപ്പാടിൽ? അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ വേർതിരിവ് പലപ്പോഴും നമ്മളുണ്ടാക്കുന്നതാണെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതം ഒന്നാണ്. നമ്മുടെ നീയത്ത്, ഉദ്ദേശം ശരിയാണെങ്കിൽ ഏറ്റവും ഭൗതികമെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യം പോലും ആരാധനയായിട്ട് മാറും. ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞില്ലേ, ആളുകളെ കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന ഒരാൾ, മറ്റൊരാൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് നല്ല ഉദ്ദേശത്തോടെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ കടയിൽ പോകുന്നു. ഇതിലെ രണ്ടാമത്തെ ആളുടെ ആ പലചരക്ക് വാങ്ങൽ പോലും നീയത്ത് കാരണം പുണ്യമായി മാറുന്നു. ശരിയാണ്. ഇതെല്ലാം നല്ല നീയത്തോടെ ചെയ്താൽ അതിനെല്ലാം ആത്മീയമായൊരു മൂല്യമുണ്ട്. പിന്നെ വേറൊരു പ്രധാന ആശയം, നമ്മൾ വരുന്നത് ഒരു ഏകത്വത്തിൽ നിന്നാണ്, യൂണിറ്റി. പക്ഷേ ഈ ലോകത്ത് നമ്മൾ കാണുന്നതെന്താ? ബഹുത്വം, മൾട്ടിപ്ലിസിറ്റി, പല പല കാര്യങ്ങൾ, ഓരോന്നിനും ഓരോ പേര്, ഓരോന്നിനെയും വേറെ വേറെയായിട്ട് കാണുന്നു. ലോകമിങ്ങനെ പലതായി ചിതറിക്കിടക്കുന്ന പോലെ തോന്നും. ഈ ഒരു അവസ്ഥയിൽ ഒന്നുകിൽ നമുക്കിതിൽ മുങ്ങിപ്പോകാം, അല്ലെങ്കിൽ ഇതിനെല്ലാം പിന്നിൽ ഒരു ഏകത്വമുണ്ട്, ഒരു ഉറവിടമുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് തിരിച്ചു പോകാൻ ശ്രമിക്കാം. നമ്മൾ അല്ലാഹുവിനുള്ളവരാകുന്നു, അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ മടക്കം മരണശേഷം മാത്രമല്ല, ഈ ജീവിതത്തിൽ തന്നെ തുടങ്ങണം. ഈ തിരിച്ചുപോക്ക്, ഈ ഏകത്വത്തിലേക്കുള്ള മടക്കം, അതെങ്ങനെയാണ് നടക്കുക? അവിടെയാണ് റബ്ബ് എന്ന ദൈവനാമത്തിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നവൻ, പരിപാലിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ശരി. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പുറത്തുനിന്ന് കുറെ ഇൻഫർമേഷൻ തന്നിട്ട് മാത്രമല്ല, പ്രധാനമായും അകത്തുനിന്നാണ്. നമ്മുടെ ഉള്ളിൽ ചില കഴിവുകൾ, ചില സാധ്യതകളൊക്കെ ഒളിഞ്ഞുകിടപ്പുണ്ട്. സൂഫികളൊക്കെ അതിനെ ലത്വായിഫുകൾ എന്നൊക്കെ പറയും. ലത്വായിഫുകൾ, അതെ. അതിനെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഈ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിലൂടെ പുറത്തു കൊണ്ടുവന്നാണ് ദൈവം നമ്മളെ വളർത്തുന്നത്, പാകപ്പെടുത്തുന്നത്. അപ്പൊ ഈ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ ഒരു ലക്ഷ്യമുണ്ടെന്നാണോ? അത് വെറുതെ സംഭവിക്കുന്നതല്ലേ? ഡോക്ടർ യസിലാർക്കിന്റെ കാഴ്ചപ്പാടിൽ അതിന് വലിയ ലക്ഷ്യമുണ്ട്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ, അത് വലിയ വേദനയാണ്, സംശയമില്ല. പക്ഷേ ആ ഒരു അനുഭവത്തിലൂടെ നമ്മളിലെ സഹാനുഭൂതി, ക്ഷമ, കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ചിലപ്പോൾ കൂടും. ശരിയാണ്. അതുവരെ നമ്മൾ അറിയാതിരുന്ന നമ്മുടെ ഉള്ളിലൊരു ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞേക്കാം. അപ്പോൾ ഓരോ പ്രയാസവും നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കാനും നമ്മുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കാനും അതുവഴി ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള ഒരു അവസരമാണ്. പ്രയാസമില്ലാതെ സുഖമായിട്ട് മാത്രം ജീവിച്ചാൽ നമ്മുടെ ഈ ഉള്ളിലുള്ള കഴിവുകൾ മുഴുവനായിട്ട് പുറത്തുവരില്ല. ഈ ഒരു വളർച്ച, ഇത് പരലോകത്തിലെ നമ്മുടെ ഒരു ബോധത്തിന്റെ ലെവലിന് വരെ ബാധിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ പുറമേയുള്ള ആക്ഷൻ മാത്രമല്ല, ഈ ആന്തരികമായ പക്വതയും ഒരു ഘടകമാണ്. ഈ ആശയങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനും പ്രായോഗികമാക്കാനുമുള്ള ശ്രമങ്ങളെപ്പറ്റി കൂടി ഡോക്ടർ യസിൽഹാർക്ക് പറയുന്നുണ്ടല്ലോ IFMTയെക്കുറിച്ച്. ഉണ്ട്. ഈ ചിന്തകൾ ഇതിനൊരു പ്രചാരം കൊടുക്കാനും ദൈവത്തെക്കുറിച്ചുള്ള സംസാരം അഥവാ തിയോളജി, അത് വെറും പണ്ഡിതന്മാരുടെ ഇടയിൽ ഒതുങ്ങാതെ സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിന്റെ
ഒരു കേന്ദ്രമാക്കി മാറ്റാനും വേണ്ടിയാണ് 2018 ഡോക്ടർ എസ്എൽഹാർക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും IFMT, അതായത് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ മുസ്ലിം തിയോളജി, സ്ഥാപിക്കുന്നത്. ഓക്കെ. അവരുടെ ലക്ഷ്യം ഈ പ്രപഞ്ച പുസ്തകം വായിക്കാൻ പഠിപ്പിക്കുക, ഖുർആൻ ഒരു ജീവനുള്ള സംസാരമായി അനുഭവിക്കാൻ സഹായിക്കുക, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എങ്ങനെയെന്നതിനപ്പുറം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, ഇതൊക്കെയാണ്. IFMTയുടെ ചില പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? തുർക്കിയിലെ വലിയ പണ്ഡിതനായിരുന്നു ബദി ഉസ്സമാൻ സയ്യിദ് നൂർസി. അദ്ദേഹത്തിന്റെ റിസാലെ നൂർ എന്നൊരു വലിയ പുസ്തകശേഖരമുണ്ട്. അതിലെ പ്രധാന ഭാഗങ്ങൾ പുതിയൊരു രീതിയിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വർക്കാണ്. പിന്നെ ഈ പ്രപഞ്ച പുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ദിവ്യ വെളിപാടും ആശയവിനിമയവും എന്ന പുസ്തകം, മുസ്ലിം ചാപ്ലിൻസി ഹാൻഡ്ബുക്ക്, അങ്ങനെ ചില പുസ്തകങ്ങളുണ്ട്. പിന്നെ ഇസ്ലാമിക് സ്കൂളുകളിലെ ടീച്ചർമാർക്ക് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ് ആ ട്രെയിനിങ്? അതായത് സയൻസും ഹിസ്റ്ററിയൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിനെ വെറും വിഷയങ്ങളായിട്ടല്ലാതെ ഒരു ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടോടെ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഈ അർത്ഥമെന്ന് പറയുന്നത് എവിടെയോ ഒളിപ്പിച്ചു വെച്ച ഒരു നിധിയല്ല, അല്ലേ? അല്ല, മറിച്ച് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ ഉദ്ദേശം, ഇതിലൊക്കെ മാറ്റം വരുത്തി നമ്മൾ തന്നെ ഓരോ ദിവസവും കണ്ടെത്തേണ്ട, ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഈ ലോകം മുഴുവൻ നമുക്ക് വായിക്കാൻ പറ്റുന്ന അടയാളങ്ങൾ നിറഞ്ഞ ഒരു തുറന്ന പുസ്തകം പോലെ മുന്നിലുണ്ട്. അതെ അതെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ, അതൊന്നും വെറുതെ വരുന്നതല്ല. അതൊക്കെ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തുകൊണ്ടുവരാനും നമ്മളെ തന്നെയും ദൈവത്തെയും കൂടുതൽ ആഴത്തിൽ അറിയാനും വേണ്ടിയുള്ള അത്യാവശ്യമായ അനുഭവങ്ങളാണ്, നമ്മളെ പാകപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും. അപ്പോ ഈ സംഭാഷണം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്ത തന്നുകൊണ്ട് നിർത്താം. നിങ്ങൾ ഈയിടെ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, അതിനെ ഈയൊരു കാഴ്ചപ്പാടിൽ ഒന്ന് നോക്കാൻ ശ്രമിക്കാമോ? അതൊരു വെറുമൊരു തിരിച്ചടി മാത്രമായിരുന്നോ? അതോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടായിരുന്നോ? ആ അനുഭവം നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു കഴിവിനെ ഒന്ന് പുറത്തു കൊണ്ടുവന്നോ? അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ പുതിയ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് നൽകിയോ? ഈ ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു ക്ഷണത്തോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ നിർത്താം.